വെൽക്കം ടു ബുദ്ധ സേറ്റ്സ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എറണാകുളത്ത് പൂക്കാട്ടുപടിയിൽ ചാർട്ടർ ആൻഡ് കൊച്ചിൻ ഇന്റർനാഷണൽ സ്കൂളിന് തൊട്ടടുത്തായി സ്ഥിതി ചെയ്യുന്ന വലിയൊരു പ്രീമിയം വില്ല പ്രൊജക്ടിന്റെ ഭാഗമായ ഒരു വില്ല പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. 5.5 സെന്റ് സ്ഥലത്ത് 2500 സ്ക്വയർ ഫീറ്റിൽ 4 ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും സ്റ്റഡി റൂമും വർക്ക് ഏരിയയും കൂടാതെ 2 SUV കാർ പാർക്കിംഗ് സൗകര്യത്തോടു കൂടിയാണ് ഈ ഒരു വില്ല വരുന്നത്. ഈ വില്ലയിൽ നിന്ന് ബസ് റൂട്ടിലേക്ക് 900 മീറ്ററും ചാർട്ടർ ആൻഡ് കൊച്ചിൻ ഇന്റർനാഷണൽ സ്കൂളിലേക്ക് 2.4 കിലോമീറ്ററും രാജഗിരി ഹോസ്പിറ്റലിലേക്ക് 7.7 കിലോമീറ്ററും ഇൻഫോ പാർക്കിലേക്ക് 11 കിലോമീറ്ററും കാക്കനാടേക്ക് 14 കിലോമീറ്ററും എടപ്പള്ളിയിലേക്ക് 15 കിലോമീറ്ററും കിരിഫ ഹൈടെക് പാർക്കിലേക്കും കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്കും 10 കിലോമീറ്ററും കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് 18 കിലോമീറ്ററുമാണ് ഡിസ്റ്റൻസ് ആയി വരുന്നത്. കൂടാതെ ആലുവ റെയിൽവേ സ്റ്റേഷനിലേക്ക് 12 കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത്. ഈ വീടിന്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോകാം. ഈ ഒരു വില്ല പ്രോജക്റ്റിനുള്ളിൽ സെയിലിനായിട്ട് കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ആയി കിടക്കുന്ന 2 വില്ലകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അതിൽ ഈ വീടിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത്. ഈ ഒരു വീടിൻ്റെ എലിവേഷൻ ഡീറ്റെയിൽസിലേക്ക് വന്നു കഴിഞ്ഞാൽ ബോക്സി എലിവേഷൻ നൽകി അത്യാവശ്യം ടെക്സ്ചർ വർക്കും ലൂവാർഡ് ഡിസൈനിലുള്ള പാനലിങ്ങും സിലിണ്ടറിക്കൽ ലൈറ്റും സ്പോട്ട് ലൈറ്റും ഒക്കെ കൊടുത്തിട്ടാണ് വന്നിരിക്കുന്നത്. 5 മീറ്ററോളമാണ് ഇന്റേണൽ റോഡ് വരുന്നത്. ഇന്റർലോക്കിംഗ് കട്ടകളാണ് റോഡ് വിരിച്ചിരിക്കുന്നത്. ഒരേ സമയം 2 വാഹനങ്ങളും കടന്നു പോകാനുള്ള സ്പേസ് റോഡിൽ കിട്ടുന്നുണ്ട്. കോമ്പൗണ്ട് വാൾ ഡീറ്റെയിൽസിലേക്ക് വന്നു കഴിഞ്ഞാൽ ക്ലാഡിംഗ് ടൈലും 4-വേ ലൈറ്റും സ്ക്വയർ ട്യൂബ് ഡിസൈനും ഒക്കെ കൊടുത്ത് വളരെ ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. കോമ്പൗണ്ട് വാൾ പില്ലറിൽ ഷോ ലൈറ്റ്സും നൽകിയിട്ടുണ്ട്. 4.8 മീറ്ററാണ് ഇവിടെ ഗേറ്റിന്റെ ഓപ്പണിംഗ് സ്പേസ് വരുന്നത്. ഒരു ഭാഗത്ത് സ്ലൈഡിംഗ് ഗേറ്റും ഒരു ഭാഗത്ത് ഫോൾഡിംഗ് ഗേറ്റുമാണ് നൽകിയിരിക്കുന്നത്. ഗേറ്റ് കടന്ന് നമ്മൾ വരുന്നത് ബാംഗ്ലൂർ സ്റ്റോൺസും കോബിൾ സ്റ്റോണും വിരിച്ച വിശാലമായ ഒരു മുറ്റത്തേക്കാണ്. കിഴക്ക് ദർശനമായിട്ടുള്ള ഈ വീടിന് 2 SUV കാർ പാർക്കിംഗ് സൗകര്യമാണ് വരുന്നത്. കവേർഡ് കാർ പാർക്കിങ്ങിന്റെ ഡീറ്റെയിൽസിലേക്ക് വന്നു കഴിഞ്ഞാൽ 20 അടിയോളം നീളവും 10 അടി വീതിയുമാണ് ഉള്ളത്. പവർ പോയിന്റും നൽകിയിട്ടുണ്ട്. സീലിംഗിൽ ടെക്സ്ചർ പെയിന്റ് വർക്കുകളും സ്പോട്ട് ലൈറ്റും ഒക്കെ നൽകി വളരെ ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. കൂടാതെ ഈ വീട്ടിൽ CCTV ക്യാമറാസും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നോർത്ത് ഈസ്റ്റ് കോർണറിലായിട്ടാണ് കിണർ നൽകിയിരിക്കുന്നത്. വീടിന്റെ ഫ്രണ്ട് സൈഡായ ഈസ്റ്റ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ 11.5 അടിയോളമാണ് ഈ ഒരു ഭാഗത്തെ വിട്ട് വരുന്നത്. ഇവിടെ ബാംഗ്ലൂർ സ്റ്റോൺസും കോബിൾ സ്റ്റോണുമാണ് വിരിച്ചിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് നമ്മുടെ 2ാമത്തെ കാർ പാർക്കിംഗ് സൗകര്യം വരുന്നത്. ഈ ഒരു ഭാഗത്ത് മനോഹരമായ പ്ലാന്റർ ബോക്സ് നൽകി നാച്ചുറൽ പ്ലാന്റ്സ് നൽകിയിട്ടുണ്ട്. ബാക്ക് സൈഡിലായിട്ട് നമുക്കൊരു വാട്ടർ ഫൗണ്ടൻ ലഭിക്കുന്നുണ്ട്. കൂടാതെ ഇവിടെയും ഒരു നാച്ചുറൽ പ്ലാന്റ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വീടിന്റെ സൗത്ത് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ 3 അടിയിലേറെയാണ് വിട്ട് വരുന്നത്. ഈ ഒരു ഭാഗത്തും കടപ്പാക്കല്ലുകളും പെബിൾസുമാണ് വിരിച്ചിരിക്കുന്നത്. കൂടാതെ ഈ സൈഡിലായിട്ട് ഒരു ടാപ്പും നൽകിയിട്ടുണ്ട്. വീടിന്റെ വെസ്റ്റ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ 5 അടിയിലേറെയാണ് ഈ ഒരു ഭാഗത്ത് വിട്ട് വരുന്നത്. ഇവിടെയും കടപ്പാക്കല്ലുകളും ഇന്റർലോക്കും പെബിൾസുമാണ് വിരിച്ചിരിക്കുന്നത്. ഈ സൈഡിലും ഒരു ടാപ്പ് പോയിന്റ് നൽകിയിട്ടുണ്ട്. ബാക്ക് സൈഡിലായിട്ട് കാണുന്നത് വർക്ക് ഏരിയ. നോർത്ത് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ 3 അടിയിലേറെയാണ് ഇവിടുത്തെയും വിട്ട് വരുന്നത്. ഈ ഒരു ഭാഗത്തും ബാംഗ്ലൂർ സ്റ്റോൺസും കോബിൾ സ്റ്റോണുമാണ് വരുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഡൈനിങ് സ്പേസിൽ നിന്നുള്ള ഒരു കോർട്ട്യാർഡിലാണ്. ഈ ഒരു ഭാഗത്തും ബാംഗ്ലൂർ സ്റ്റോൺസും പെബിൾസും ഒക്കെ കൊടുത്തിട്ടുണ്ട്. മുകളിലായിട്ട് സ്ക്വയർ ട്യൂബ് ഡിസൈൻ വരുന്നുണ്ട്. കൂടാതെ നാച്ചുറൽ പ്ലാന്റ്സും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെയായിട്ട് 2 ഗ്യാസ് സിലിണ്ടർ വെക്കാനുള്ള ഒരു ഗേജും നൽകിയിട്ടുണ്ട്. നമുക്കിനി ഈ വീടിൻ്റെ സിറ്റ് ഔട്ടിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. സിറ്റ് ഔട്ട് ഫുള്ളി ഗ്രാനൈറ്റിലാണ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടാണ് സിറ്റ് ഔട്ട് വന്നിരിക്കുന്നത്. സീലിംഗിൽ പ്രൊഫൈൽ ലൈറ്റ് സ്പോട്ട് ലൈറ്റ് ഒക്കെ കൊടുത്ത് വളരെ ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. കിഴക്ക് ദർശനമായിട്ടുള്ള ഈ വീടിന്റെ മെയിൻ ഡോർ തേക്കിൻ തടിയിൽ ഒറ്റപ്പാലയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഫ്രെയിമും തേക്ക് വുഡിൽ തന്നെ പാനലിംഗ് ചെയ്താണ് വന്നിരിക്കുന്നത്. മെയിൻ ഡോർ തുറന്ന് നമ്മൾ നേരെ പ്രവേശിക്കുന്നത് ഈ വീടിന്റെ ലിവിംഗ് സ്പേസിലേക്കാണ്. നോർത്ത് ഈസ്റ്റ് കോർണറിലായിട്ടുള്ള ഈ ഒരു ലിവിംഗ് സ്പേസിന് 14.5 അടി നീളവും 10.5 അടിയിലേറെ വീതിയുമാണ് ഉള്ളത്. ഈസ്റ്റിലേക്ക് വലുപ്പമുള്ള 2 വിൻഡോകളാണ് നൽകിയിരിക്കുന്നത്. കൂടാതെ നോർത്തിലേക്ക് വരുമ്പോൾ താഴെയായിട്ട് UPVCയുടെ സ്ലൈഡിംഗ് വിൻഡോയും മുകളിലായിട്ട് പെർമനന്റ് ഗ്ലാസ് വിൻഡോസുമാണ് വരുന്നത്. വിൻഡോയുടെ ഫ്രെയിം എല്ലാം തന്നെ പാനലിംഗ് വർക്കും ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം സ്പേഷ്യസ് ആയ ഈ ഒരു ലിവിംഗിൽ വലുപ്പമുള്ളൊരു കോർണർ സോഫ സെറ്റിന് കോഫി ടേബിളുമുള്ള സ്പേസ് വരുന്നുണ്ട്. നോർത്ത് സൈഡ് വാൾ കംപ്ലീറ്റ്ലി വാൾപേപ്പർ ഒക്കെ കൊടുത്ത് ഒരു വാൾ ഫാനും നൽകിയിട്ടുണ്ട്. ഡബിൾ ഹൈറ്റ് ആയിട്ടാണ് ഈ ഒരു ലിവിംഗ് സ്പേസ് വരുന്നത്. മുകളിലായിട്ട് സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് പ്രൊഫൈൽ ലൈറ്റും ഭംഗിയുള്ള ഹാങ്ങിങ് ലൈറ്റും സ്പോട്ട് ലൈറ്റും എല്ലാം നൽകിയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് വെസ്റ്റ് സൈഡ് പാർട്ടീഷനിലാണ് നമ്മുടെ TV ഹാങ് ചെയ്യാനുള്ള സ്പേസ് വരുന്നത്. റൊട്ടേറ്റ് ചെയ്യാവുന്ന രീതിയിലാണ് ഇവിടെ TV യൂണിറ്റ് വരുന്നത്. താഴെയായിട്ട് സ്റ്റോറേജും സൈഡിലും മുകളിലും എല്ലാമായിട്ട് അത്യാവശ്യം ഡക്ക സ്പേസും സ്പോട്ട് ലൈറ്റും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് ഈ ഒരു TV യൂണിറ്റ് ഇവിടെ വരുന്നത്. ലിവിംഗിൽ നിന്ന് ഡൈനിങ്ങിലേക്കുള്ള ഭാഗത്തെ സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ ലൂവാർഡ് ഡിസൈനിലുള്ള പാനലിംഗ് ഒക്കെ കൊടുത്ത് സിലിണ്ടറിക്കൽ ലൈറ്റും വുഡൻ ബീഡിങ്ങും ഒക്കെ കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ ലിവിംഗിൽ നിന്ന് നമ്മൾ നേരെ വരുന്നത് ഡൈനിങ് സ്പേസിലേക്കാണ്. 13.5 അടി നീളവും 12.5 അടി വീതിയുമാണ് ഈ ഒരു ഡൈനിങ് സ്പേസിന് ഉള്ളത്. ഒരു 12 സീറ്റർ ഡൈനിങ് ടേബിൾ വരെ നമുക്ക് വളരെ ഈസി ആയിട്ട് ഇവിടെ സെറ്റ് ചെയ്യാവുന്നതാണ്. ഈ ഒരു ഭാഗത്തായിട്ടാണ് കോർട്ട്യാർഡിലേക്കുള്ള ഓപ്പണിംഗ് വരുന്നത്.
ഒരു ഡോറിന് ഇരുവശത്തുമായിട്ട് വലുപ്പമുള്ള വിൻഡോകളും വന്നിട്ടുണ്ട്. ഫ്രെയിം പാനലിംഗ് ഒക്കെ ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. ഈ ഒരു ഡൈനിങ് സ്പേസിന്റെ സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ ലോവർ ഡിസൈനിലുള്ള പാനലിങ്ങും വുഡൻ ബീഡിങ്ങും സ്പോട്ട് ലൈറ്റും ഭംഗിയുള്ള സീലിംഗ് ഫാൻ ഉൾപ്പെടെയാണ് വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ഈ വീടിന്റെ ഓപ്പൺ കിച്ചൺ വരുന്നത്. കിച്ചന്റെ ഈ ഒരു സൈഡിലായിട്ട് നമുക്കൊരു ഭംഗിയുള്ള ക്രോക്കറി യൂണിറ്റ് ലഭിക്കുന്നുണ്ട്. അവിടെ ഒരു പവർ പോയിന്റ് വരുന്നുണ്ട്. കൂടാതെ ഈ ഒരു ഭാഗത്തേക്ക് മാറിയാണ് വാഷ് കൗണ്ടർ വന്നിരിക്കുന്നത്. ഭംഗിയുള്ള ഒരു വാഷ് കൗണ്ടറാണ് വന്നിരിക്കുന്നത്. താഴെയായിട്ട് സ്റ്റോറേജ് വരുന്നുണ്ട്. വലുപ്പമുള്ള മിറർ വരുന്നുണ്ട്. ഈ ഒരു ഭാഗത്തെ വോളിൽ കംപ്ലീറ്റ്ലി ടെക്സ്ചർ വർക്കാണ് വന്നിരിക്കുന്നത്. കൂടാതെ ഡബിൾ ഹൈറ്റ് ആയിട്ടാണ് ഈ ഒരു പോർഷൻ വരുന്നത്. മുകളിൽ പർഗോളകൾ നൽകി ഗ്ലാസ് കൊണ്ട് കവർ ചെയ്തിരിക്കുകയാണ്. ഈ ഒരു ഭാഗത്തായിട്ടാണ് താഴത്തെ നിലയിൽ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. ഇവിടെ നിന്നാണ് മുകളിലേക്കുള്ള സ്റ്റെയർ വരുന്നത്. സ്റ്റെയറിന്റെ താഴ്ഭാഗത്ത് കബോർഡ് വർക്കുകളൊക്കെ ചെയ്ത് ഇൻവെർട്ടറിനുള്ള പോയിന്റ് നൽകിയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് താഴത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ഈ വീട്ടിൽ വീഗാർഡിന്റെ വയസ്സും ലെഗ്രാൻഡിന്റെ സ്വിച്ചസുമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. എല്ലാം തന്നെ ഗ്ലോസി പാറ്റേണുള്ള ടൈലാണ് വന്നിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ഈ വീടിന്റെ ഓപ്പൺ കിച്ചൺ വരുന്നത്. കിച്ചന്റെ ഡീറ്റെയിൽസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയായിട്ട് നമുക്കൊരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ ലഭിക്കുന്നുണ്ട്. അതിനെ കണ്ടിന്യൂ ചെയ്ത് വരുന്ന പാനലിൽ സ്പോട്ട് ലൈറ്റും ഭംഗിയുള്ള ഹാങ്ങിങ് ലൈറ്റ്സും വരുന്നുണ്ട്. അതിനോട് ചേർന്ന് തന്നെ ഒരു ക്രോക്കറി യൂണിറ്റ് വരുന്നുണ്ട്. നോർത്ത് വെസ്റ്റ് കോർണറിലായിട്ടാണ് നമ്മുടെ ഈ കിച്ചൺ വരുന്നത്. നോർത്തിലേക്കാണ് സ്റ്റൗവിനുള്ള പോർഷൻ വരുന്നത്. ഇലക്ട്രിക് ചിമ്മിനി ഓൾറെഡി പ്ലേസ് ചെയ്തിട്ടുണ്ട്. 3 ലെയറായിട്ട് ധാരാളം സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. നോർത്തിലേക്ക് മാറി താഴെ മുകളിലുമായിട്ട് 3 ഡോർ വിൻഡോ നൽകിയിട്ടുണ്ട്. അത്യാവശ്യം പവർ പോയിന്റും കാര്യങ്ങളും വരുന്നുണ്ട്. കൗണ്ടർ ടോപ്പായിട്ട് നാനോ ഗ്രാനൈറ്റ് ആണ് വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് വലുപ്പമുള്ള 2 സെറ്റ് സിങ്കും 2 ടാപ്പും നൽകിയിട്ടുണ്ട്. വെസ്റ്റ് സൈഡിലേക്ക് ഒരു 2 ഡോർ വിൻഡോ വരുന്നുണ്ട്. സീലിംഗ് ഒക്കെ ചെയ്ത് പ്രൊഫൈൽ ലൈറ്റ്, സ്പോട്ട് ലൈറ്റ്, സീലിംഗ് ഫാൻ ഉൾപ്പെടെ വന്നിട്ടുള്ള ഈ ഒരു കിച്ചന്റെ ഈ ഒരു ഭാഗത്തായിട്ട് വേണമെങ്കിൽ ഫ്രിഡ്ജ് പ്ലേസ് ചെയ്യാവുന്നതാണ്. ഇവിടെയായിട്ടാണ് വർക്ക് ഏരിയ വരുന്നത്. അത്യാവശ്യം സ്പേഷ്യസ് ആയ ഒരു വർക്ക് ഏരിയ ആണ് നമുക്ക് കിട്ടുന്നത്. ഫുള്ളി കവർ ചെയ്ത് 2 സൈഡിലേക്കും ഡോറൊക്കെ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൽ വിൻഡോസ് വരുന്നുണ്ട്. സീലിംഗ് ഒക്കെ ചെയ്ത് സ്പോട്ട് ലൈറ്റോട് കൂടിയാണ് ഈ ഒരു വർക്ക് ഏരിയ വരുന്നത്. മാറ്റിനി സ്റ്റൈലാണ് ഫ്ലോറിംഗ് യൂസ് ചെയ്തിരിക്കുന്നത്. കൗണ്ടർ ടോപ്പായിട്ട് ഗ്രാനൈറ്റ് ആണ് വരുന്നത്. അത്യാവശ്യം സ്റ്റോറേജ് വരുന്നുണ്ട്. ഇവിടെയും 2 സെറ്റായിട്ടുള്ള ഒരു സിങ്കും ഒരു ടാപ്പും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കൂടാതെ ഇവിടെയായിട്ട് വാഷിംഗ് മെഷീനുള്ള പോയിന്റും നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് ഈ വീടിന്റെ താഴത്തെ നിലയിലെ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. ബെഡ്റൂമിന്റെ ഡോർ വുഡിലാണ് ചെയ്തിരിക്കുന്നത്. ഫ്രെയിം പാനലിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. സൗത്ത് വെസ്റ്റ് കോർണറിലായിട്ട് വരുന്ന ഈ ഒരു ബെഡ്റൂമിന് 16 അടിയിലേറെ നീളവും 11 അടിയിലേറെ വീതിയുമാണ് ഉള്ളത്. വെസ്റ്റിലേക്ക് 3 ഡോർ വിൻഡോയും സൗത്തിലേക്ക് 2 സിംഗിൾ ഡോർ വിൻഡോയുമാണ് നൽകിയിരിക്കുന്നത്. വിൻഡോ ഫ്രെയിംസ് എല്ലാം തന്നെ പാനലിംഗ് വർക്കും ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ഫുൾ ലെങ്തിലുള്ള ഒരു മിറർ ലഭിക്കുന്നുണ്ട്. സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് സ്പോട്ട് ലൈറ്റും സ്ട്രിപ്പ് ലൈറ്റും ഭംഗിയുള്ള സീലിംഗ് ഫാനും നൽകിയിട്ടുണ്ട്. ഒരു കോർണറിലേക്ക് മാറി 4 ഡോറിന്റെ ഒരു വാൾഡ്രോബും അതിനോട് ചേർന്ന് നമുക്കൊരു ഡ്രസ്സിംഗ് യൂണിറ്റും വരുന്നുണ്ട്. ഇവിടെയായിട്ടാണ് ബെഡ്റൂമിന്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഫൈബർ ഡോറാണ് നൽകിയിരിക്കുന്നത്. കയറി വരുമ്പോൾ തന്നെ സെറയുടെ വാഷ് കൗണ്ടറും മിററും വരുന്നുണ്ട്. ജാഗോറിന്റെ ഫിറ്റിംഗ്സ് ആണ് ചെയ്തിരിക്കുന്നത്. കൂടാതെ ഹീറ്ററിനുള്ള പോയിന്റും എക്സ്ഹോസ്റ്റ് ഫാനും ഈ ഒരു ബാത്റൂമിൽ നൽകിയിട്ടുണ്ട്. സീലിംഗ് ഒക്കെ ചെയ്ത് സ്പോട്ട് ലൈറ്റോട് കൂടിയാണ് ഈ ഒരു ബാത്റൂം വരുന്നത്. ഇവിടെയായിട്ടാണ് താഴത്തെ നിലയിൽ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ഈ ബെഡ്റൂമിന്റെ ഡോറും വുഡിലാണ് ചെയ്തിരിക്കുന്നത്. ഫ്രെയിം പാനലിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. സൗത്ത് ഈസ്റ്റ് കോർണറിലായിട്ട് വരുന്ന ഈ ഒരു ബെഡ്റൂമിന് 11 അടിയിലേറെ നീളവും 11 അടിയിലേറെ വീതിയുമാണ് വരുന്നത്. ഈസ്റ്റിലേക്ക് വലുപ്പമുള്ളൊരു വിൻഡോയും സൗത്തിലേക്ക് ഒരു സിംഗിൾ ഡോർ വിൻഡോയുമാണ് വന്നിരിക്കുന്നത്. വിൻഡോ ഫ്രെയിംസ് എല്ലാം തന്നെ പാനലിംഗ് വർക്കും ചെയ്തിട്ടുണ്ട്. സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് പ്രൊഫൈൽ ലൈറ്റും സ്പോട്ട് ലൈറ്റും ഭംഗിയുള്ള സീലിംഗ് ഫാനുമുള്ള ഈ ഒരു ബെഡ്റൂമിന്റെ ഒരു കോർണറിലേക്ക് മാറി 4 ഡോറിന്റെ ഒരു വാൾഡ്രോബ് വരുന്നുണ്ട്. വാൾഡ്രോബിൽ മിററും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിന്റെ സ്പേഷ്യസ് ആയ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഫൈബർ ഡോറാണ് നൽകിയിരിക്കുന്നത്. കയറി വരുമ്പോൾ തന്നെ വാഷ് കൗണ്ടറും മിററും നൽകിയിട്ടുണ്ട്. ജാഗോറിന്റെ വാട്ടർ ക്ലോസറ്റ് ആണ് വരുന്നത്. സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് സ്പോട്ട് ലൈറ്റും ഹീറ്ററിനുള്ള പോയിന്റും എക്സ്ഹോസ്റ്റ് ഫാൻ ഉൾപ്പെടെയാണ് ഈ ഒരു ബാത്റൂം വരുന്നത്. നമുക്കിനി ഈ വീടിന്റെ സ്റ്റെയറിന്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. സ്റ്റെപ്പുകളെല്ലാം തന്നെ വുഡൻ ടെക്സ്ചറുള്ള മാറ്റ് ഫിനിഷ് ടൈൽ യൂസ് ചെയ്താണ് ചെയ്തിരിക്കുന്നത്. ഫ്ലോട്ടിംഗ് സ്റ്റൈലാണ് സ്റ്റെപ്പുകൾ വന്നിരിക്കുന്നത്. സ്റ്റെപ്പ് ലൈറ്റ്സ് നൽകിയിട്ടുണ്ട്. ഹാൻഡ് റെയിൽ വുഡും ഗ്ലാസും ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത്. ഹാൻഡ് റെയിൽ നമ്മുടെ റൈറ്റ് സൈഡിലായിട്ട് ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ് സ്റ്റെയർ വരുന്നത്. സ്റ്റെയർ കയറി വരുമ്പോൾ സൗത്ത് സൈഡ് വോളിലായിട്ട് ഒരു പെർമനന്റ് ഗ്ലാസ് വിൻഡോ വന്നിട്ടുണ്ട്. ഫ്രെയിം പാനലിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. മുകളിൽ സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് ടെക്സ്ചർ പെയിന്റ് വർക്കും സ്പോട്ട് ലൈറ്റും ഭംഗിയുള്ള ഹാങ്ങിങ് ലൈറ്റ്സും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സ്റ്റെയർ കയറി നമ്മൾ ഒരു അപ്പർ ലിവിംഗ് സ്പേസിലേക്കാണ് എത്തിച്ചേരുന്നത്. അപ്പർ ലിവിംഗ് സ്പേസിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് മുകളിലത്തെ നിലയിലെ ഫസ്റ്റ് ബെഡ്റൂമും ബാൽക്കണിയിലേക്കുള്ള ഓപ്പണിങ്ങും വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് നമ്മൾ കാണുന്നത് താഴത്തെ ലിവിംഗ് സ്പേസിൻ്റെ ഡബിൾ ഹൈറ്റ് പോർഷനാണ്. ഇവിടെയായിട്ട് അപ്പർ ലിവിംഗ് സ്പേസിലേക്ക് വരുമ്പോൾ വളരെ സ്പേഷ്യസ് ആയിട്ടാണ് അപ്പർ ലിവിംഗ് വരുന്നത്. മുകളിൽ സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് പ്രൊഫൈൽ ലൈറ്റും സ്പോട്ട് ലൈറ്റും വുഡൻ ബീഡിങ്ങും സീലിംഗ് ഫാനും നൽകിയിട്ടുണ്ട്. നോർത്തിലേക്ക് ഒരു 3 ഡോർ വിൻഡോ വന്നിട്ടുണ്ട്. ഫ്രെയിം പാനലിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് മുകളിലത്തെ നിലയിൽ സ്റ്റഡി റൂം വരുന്നത്. ഇത് വാഷ് കൗണ്ടർ ഏരിയയുടെ ഡബിൾ ഹൈറ്റ് പോർഷനാണ് വരുന്നത്. ഇവിടെയായിട്ടാണ് മുകളിലത്തെ നിലയിൽ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ഇവിടെയായിട്ടാണ് മുകളിലത്തെ നിലയിലെ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. ഈ ബെഡ്റൂമിന്റെ ഡോറും വുഡിലാണ് ചെയ്തിരിക്കുന്നത്. ഫ്രെയിം പാനലിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. സൗത്ത് വെസ്റ്റ് കോർണറിലായിട്ടുള്ള ഈ ഒരു ബെഡ്റൂമിൽ
17 അടി നീളവും 11.5 അടി വീതിയുമാണ് ഉള്ളത്. സൗത്തിലേക്ക് 2 സിംഗിൾ ഡോർ വിൻഡോയും വെസ്റ്റിലേക്ക് നമുക്കൊരു ബാൽക്കണിയിലേക്കുള്ള ഡോറും ഇതിനിരുവശത്തുമായിട്ട് വലുപ്പമുള്ള വിൻഡോയുമാണ് വരുന്നിരിക്കുന്നത്. ഫ്രെയിം എല്ലാം തന്നെ പാനലിംഗ് വർക്കും ചെയ്തിട്ടുണ്ട്. സീലിംഗ് വർക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ വുഡൻ ബീഡിംഗ് ഒക്കെ ചെയ്ത് സ്ട്രിപ്പ് ലൈറ്റും പ്രൊഫൈൽ ലൈറ്റും സ്പോട്ട് ലൈറ്റും ഭംഗിയുള്ള സീലിംഗ് ഫാനും വരുന്നുണ്ട്. ഒരു കോർണറിലേക്ക് മാറി 4 ഡോറിന്റെ ഒരു വാൾറൂബും ഡ്രസ്സിംഗ് യൂണിറ്റും നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിന്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഫൈബർ ഡോർ ആണ് നൽകിയിരിക്കുന്നത്. കയറി വരുമ്പോൾ തന്നെ വാഷ് കൗണ്ടറും മിററും വരുന്നുണ്ട്. ജാഗ്വാറിന്റെ വാട്ടർ ക്ലോസറ്റ് ആണ് നൽകിയിരിക്കുന്നത്. സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് LED സ്പോട്ട് ലൈറ്റും എക്സ്പോസ്റ്റ് ഫാനും ഹീറ്റിനുള്ള പോയിന്റ് ഉൾപ്പെടെയാണ് ഈ ഒരു ബാത്റൂമും വന്നിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് മുകളിലത്തെ നിലയിൽ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ഈ ബെഡ്റൂമിന്റെ ഡോറും വുഡിലാണ് ചെയ്തിരിക്കുന്നത്. ഫ്രെയിം പാനലിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. സൗത്ത് ഈസ്റ്റ് കോർണറിലായിട്ടുള്ള ഈ ഒരു ബെഡ്റൂമിന് 12 അടി നീളവും 12 അടി വീതിയുമാണ് ഉള്ളത്. സൗത്തിലേക്ക് ഒരു സിംഗിൾ ഡോർ വിൻഡോയും ഈസ്റ്റിലേക്ക് ഒരു ബാൽക്കണിയിലേക്കുള്ള ഡോർ ഓപ്പണിങ്ങും അതിന് ഇരുവശത്തായിട്ട് വലുപ്പമുള്ള വിൻഡോസുമാണ് വരുന്നത്. ഫ്രെയിം എല്ലാം തന്നെ പാനലിംഗ് വർക്കും ചെയ്തിട്ടുണ്ട്. സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് സ്പോട്ട് ലൈറ്റും ഭംഗിയുള്ള സീലിംഗ് ഫാൻ ഉൾപ്പെടെയാണ് ഈ ഒരു ബെഡ്റൂമും വരുന്നത്. ബെഡ്റൂമിന്റെ ഒരു കോർണറിലേക്ക് മാറി 4 ഡോറിന്റെ ഒരു വാൾറൂബും വരുന്നു. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിന്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഫൈബർ ഡോറാണ് നൽകിയിരിക്കുന്നത്. ഇവിടെയും സെറയുടെയും ജാഗ്വാറിന്റെ ഫിറ്റിംഗ്സ് ആണ് വന്നിരിക്കുന്നത്. സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് LED ലൈറ്റും ഹീറ്ററിനുള്ള പോയിന്റും എക്സ്പോസ്റ്റ് ഫാൻ ഉൾപ്പെടെയാണ് ഈ ഒരു ബാത്റൂമും വരുന്നത്. ഇവിടെയായിട്ടാണ് ഈ വീടിന്റെ സ്റ്റഡി റൂം അല്ലെങ്കിൽ യൂട്ടിലിറ്റി റൂം വന്നിരിക്കുന്നത്. നോർത്തിലേക്ക് ഒരു 3 ഡോർ വിൻഡോ നൽകി ഫ്രെയിം പാനലിംഗ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സ്റ്റഡി റൂം അല്ലെങ്കിൽ യൂട്ടിലിറ്റി റൂം നമുക്ക് കൺവേർട്ട് ചെയ്ത് ഒരു ഗസ്റ്റ് റൂം ആക്കാവുന്ന രീതിയിലാണ് വന്നിരിക്കുന്നത്. ഇവിടെ നിന്നാണ് ഓപ്പൺ ടെറസിലേക്കുള്ള ഓപ്പണിംഗ് വരുന്നത്. ഇവിടെയായിട്ട് വാഷിംഗ് മെഷീൻ ഒരു പോയിന്റ് നൽകിയിട്ടുണ്ട്. നമുക്കിനി ഈ വീടിന്റെ അവസാന ഭാഗമായ ബാൽക്കണിയിലേക്ക് വരാം. വളരെ സ്പേഷ്യസ് ആയ ഒരു ബാൽക്കണിയാണ് ഇവിടെ ലഭിക്കുന്നത്. ഹാൻഡ് റെയിൽ SS ഗ്ലാസ് ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത്. സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ ലൂവേഡ് ഡിസൈനുള്ള പാനലും സിലിണ്ടറിക്കൽ ലൈറ്റും പ്രൊഫൈൽ ലൈറ്റും സ്പോട്ട് ലൈറ്റും ഒക്കെ കൊടുത്ത് വളരെ ഭംഗിയായിട്ടാണ് ഈ ഒരു ബാൽക്കണി ഇവിടെ വന്നിരിക്കുന്നത്. 5.5 സെന്റ് സ്ഥലത്ത് 2200 സ്ക്വയർ ഫീറ്റിൽ 4 ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും സ്റ്റഡി റൂമും വർക്ക് ഏരിയയും 2 കാർ പാർക്കിംഗ് സഹിതമുള്ള ഈ ഒരു വീടിന് ചോദിക്കുന്നത് 99 ലക്ഷം രൂപയാണ്. ഈ വില നെഗോഷ്യബിളുമാണ്. അതുപോലെ ഈ വില്ലയ്ക്ക് ഹോം ലോണും അവൈലബിൾ ആണ്. എറണാകുളം ജില്ലയിൽ ഇതുപോലെ മനോഹരമായ വില്ലകൾ, പ്ലോട്ടുകൾ എന്നിവ നേരിൽ കാണുന്നതിനും കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിനും വാങ്ങുന്നതിനും വില്ലകൾ കൺസ്ട്രക്ട് ചെയ്യുന്നതിനും ഹോം ലോൺ ഫെസിലിറ്റിക്കും ബ്രോക്കറേജ് ഫീ ഇല്ലാതെ ഇവ സ്വന്തമാക്കുന്നതിനും സ്ക്രീനിൽ കാണുന്ന ബുദ്ധ സ്റ്റേറ്റ്സ് നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എൻ്റെ പേര് നീതു. താങ്ക്സ് ഫോർ വാച്ചിങ്.